ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പതിവിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ യൂഷ്വലി ഞാൻ സോങ് വീഡിയോ ഒന്നല്ല അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എൻ്റെ ലൈവ് സ്ട്രീം കാണുന്നവർക്കൊക്കെ കാര്യങ്ങൾ അറിയും. കാരണം ഞാൻ ഒരു 5-8 മാസമായിട്ട് നമ്മുടെ നക്ഷത്രങ്ങളും അവയുടെ പൊതു സ്വഭാവങ്ങൾ, നക്ഷത്രഫലങ്ങൾ, പൊതുഫലങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറ്, അതായത് ആസ്ട്രോളജി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നു. അതിന് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാമെന്ന്. പിന്നെ എൻ്റെ ചില യൂട്യൂബ് ഫ്രണ്ട്സുകൾ, പിന്നെ അതുകൂടാതെ മറ്റു ചില ഫ്രണ്ട്സുകളൊക്കെ എന്നോട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ലോങ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാനിന്ന് കൂടുതൽ വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നക്ഷത്രവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്താണ് നക്ഷത്രങ്ങൾ. നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നക്ഷത്രങ്ങൾ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം എന്നല്ലേ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓരോ നക്ഷത്രമുണ്ട്, അതായത് ജന്മനക്ഷത്രം. അപ്പോൾ നമ്മളൊരു കാര്യം, ഒരു വിവാഹമായിക്കോട്ടെ, ജോലിക്കാരിയായിക്കോട്ടെ, എന്തെങ്കിലും ഒരു മംഗളകർമ്മം, ഹൗസ് വാമിങ്, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾക്ക് എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ആസ്ട്രോളജറുടെ അടുത്താണ് പോകുക. അപ്പോൾ അവരെന്താ ആദ്യം ചോദിക്കുക, പേര്, പിന്നെ നിങ്ങളുടെ നക്ഷത്രം എന്താന്ന്, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ കണ്ടിന്യൂസ്ലി പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരുടെയും ജന്മനക്ഷത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പം നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പല ഫലങ്ങളും അവർക്ക് പറയാൻ പറ്റുന്നത്. നക്ഷത്രങ്ങൾ, അതിൻ്റെ ദശാകാലം, ഗ്രഹങ്ങളുടെ സ്വാധീനം, അവയൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി 27 ജന്മനക്ഷത്രങ്ങളാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ എങ്ങനെയാണ് ആ നക്ഷത്രം, ആ കുഞ്ഞിന്, ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിൻ്റെ നക്ഷത്രം, ജന്മനക്ഷത്രം അശ്വതി. അതെങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ ഈ ചന്ദ്രൻ, ആകാശത്തിൽ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ, സഞ്ചാരപഥത്തിൽ ചന്ദ്രൻ സഞ്ചാരപാതയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രൻ, നിങ്ങൾ കലണ്ടറിൽ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ഡേറ്റ് നോക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക ഇങ്ങനെ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ സഞ്ചാരപാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 27 നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രത്തിന് അടുത്താണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്, അതായിരിക്കും ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിയുടെ ജന്മനക്ഷത്രം. ഇതിനെയാണ് നമ്മൾ ജന്മനക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങൾക്കും 9 ഗ്രഹങ്ങളുണ്ട്. 9 ഗ്രഹങ്ങൾ. അപ്പോൾ 9 ഗ്രഹങ്ങളായി തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 9, അതിനെയാണ് നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 9 ഗ്രഹങ്ങൾക്കും ദശാകാലങ്ങളുണ്ട്. അതിനെ ഇങ്ങനെ വേർതിരിച്ച് അതിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ശനിക്കാണെങ്കിൽ 19 വർഷമാണ് ദശാകാലം എന്ന് പറയുന്നത്. പിന്നെ വ്യാഴമായിക്കോട്ടെ, ബുധദശ ആയിക്കോട്ടെ, രാഹു, കേതു, സൂര്യദശ, ചന്ദ്രദശ, ഇങ്ങനെ 9 ഗ്രഹങ്ങൾ. അപ്പോൾ ഓരോ ദശാകാലങ്ങളായി വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട്, ഈ ദശാകാലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഭൂമിയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരിങ്ങനെ ഓരോന്നും ഓരോ വർഷം, ഇത്ര വർഷം 7 ഇയേഴ്സ്, 19 ഇയേഴ്സ്, 12 ഇയേഴ്സ്, അങ്ങനെ നമ്മൾ സുഖമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, കഷ്ടപ്പാടായിക്കോട്ടെ, ദുരിതമായിക്കോട്ടെ, തടസ്സങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മളെന്താ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളെ ജന്മനക്ഷത്രത്തിനെക്കുറിച്ചും നമ്മുടെ ജന്മനക്ഷത്രത്തെ സ്വാധീനിക്കുന്ന നക്ഷത്ര ദേവതകളുണ്ട്. അതായത് നക്ഷത്ര അധിപന്മാർ, ശക്തി, പ്രകൃതി ശക്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളെ നക്ഷത്രത്തിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന നമ്മുടെ ബോസ് എന്ന് പറയും. അപ്പോൾ നയിക്കുന്ന നക്ഷത്ര ദേവതകളുണ്ട്. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ജന്മനക്ഷത്ര ദോഷങ്ങളുണ്ടാകും. എല്ലാവർക്കും ജന്മനക്ഷത്ര ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ഈ ദോഷങ്ങൾ കുറച്ചൊക്കെ, അതിൻ്റെ ഒരു കാഠിന്യമൊക്കെ കുറച്ച് കൊണ്ടുപോകാൻ നമ്മൾക്ക് ഇങ്ങനെ ജന്മനക്ഷത്ര ദേവതകളെ പ്രാർത്ഥിക്കുന്നത്, നിത്യ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന്
കേൾക്കപ്പെടുന്നത്. അപ്പോൾ ഹിന്ദുമത വിശ്വാസപ്രകാരം നക്ഷത്ര ദേവതകളെ ആരാധിക്കുന്നത്, സത്യം പറഞ്ഞാൽ എനിക്കിതിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ടൊന്നും ഒന്നും അറിയില്ലായിരുന്നു, സത്യമാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വളരെ അത്ഭുതവും ഇൻട്രസ്റ്റിംഗും ആയിട്ട് തോന്നുന്നു എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി. അപ്പം ഞാനിങ്ങനെയുള്ള കുറച്ച് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ലൈവിൽ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് നിങ്ങൾക്കൊരു നല്ല ഫലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ. പിന്നെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ജന്മനക്ഷത്ര ദേവതയുണ്ട്. ആ ദേവതയെ ജന്മനക്ഷത്ര ദേവതകളുടെ മന്ത്രമുണ്ട്. അപ്പോൾ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അവരെ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് നിങ്ങളെ നിത്യജീവിതത്തിൽ നിങ്ങൾ കുളിച്ച് ശുചിയായിരിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ മന്ത്രോച്ചാരണം ചെയ്യേണ്ടത് 108 തവണ എന്നാണ് പറയപ്പെടുന്നത് ഹിന്ദുമത വിശ്വാസപ്രകാരം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും 108 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ എത്രയോ നല്ലത്, ശരിക്കുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊരു മന്ത്രം എവരിഡേ നിങ്ങളെ നക്ഷത്രപ്രകാരമുള്ള മന്ത്രം ചൊല്ലുന്നത് നിങ്ങൾക്ക് ജന്മനക്ഷത്ര ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ ഒരു പരിധിവരെ മാറ്റി ഒരു ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഞാൻ ഓരോ 27 നക്ഷത്രക്കാരുടെയും നക്ഷത്ര ദേവതയും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രവും എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ട് പറയേണ്ടി വരുന്നു ചില ദിവസങ്ങളിൽ. അപ്പോൾ ഒരു നക്ഷത്രത്തിന് ഇപ്പോൾ അശ്വതി ഏതെങ്കിലും അല്ലെ ഭരണി, അപ്പോൾ ഭരണി നക്ഷത്രത്തിന് ഞാൻ ഓൾറെഡി ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു. അപ്പം വീണ്ടും കുറച്ച് സമയം കഴിയുമ്പോൾ അതേ ഭരണി നക്ഷത്രമുള്ള വേറൊരാൾ, അപ്പം വീണ്ടും ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും അപ്ലോഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ചെയ്ത് നോക്കാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും അവരോടൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവർക്ക് ലൈവിൽ വരുന്ന സമയത്ത് പറയാം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കാണുകയാണെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനി ടൈമിൽ അവർക്ക് ലോങ് വീഡിയോ പെട്ടെന്ന് അങ്ങനെ ഓൺ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു യൂസ്ഫുൾ ആയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്ര ദേവത അല്ലെങ്കിൽ ദേവന്മാർ എന്ന് പറയുന്നത് അശ്വിനി കുമാരന്മാരാണ്. ഈ അശ്വിനി കുമാരന്മാരാണ് ദേവലോകത്തെ വൈദ്യന്മാരെയാണ് അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അശ്വിനി കുമാരന്മാർ എപ്പോഴും അശ്വതി നക്ഷത്രക്കാർ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത് വളരെ ആ ഒരു അശ്വിനി കുമാരന്മാരുടെ ആ നക്ഷത്ര ദേവതകളുടെ ഒരു ബ്ലെസ്സിങ്സ് അനുഗ്രഹം നമ്മൾക്ക് ആ അശ്വതി നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം അശ്വിനി കുമാരാഭ്യോം നമഃ എന്നാണ്. ഓക്കെ, മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അശ്വതി കഴിഞ്ഞു ഭരണി, രണ്ടാമത്തെ നക്ഷത്രം. ഭരണി നക്ഷത്രത്തിനെ സ്വാധീനിക്കുന്ന നക്ഷത്ര ദേവൻ യമനാണ്. യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൻ്റെയും മരണത്തിൻ്റെയും ദേവനാണ് യമൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്താണ്? ഭരണി നക്ഷത്രക്കാർ ഓം യമായ നമഃ. അപ്പോൾ രണ്ടാമത്തെ നക്ഷത്രം കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് കാർത്തികയാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട ദേവൻ അഗ്നിദേവനാണ്. ഓക്കെ, നക്ഷത്രദേവൻ അല്ലെങ്കിൽ നക്ഷത്ര ദേവത എന്നാണ് യൂഷ്വലി പറയുന്നത്. ഇതിനെ ഈ പ്രകൃതി ശക്തി എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം അഗ്നയേ നമഃ. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് രോഹിണി നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന ദേവൻ ബ്രഹ്മാവാണ്. അപ്പോൾ ഓബിയസ്ലി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം ബ്രഹ്മണേ നമഃ, ഓം ബ്രഹ്മണേ നമഃ. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക കഴിഞ്ഞു, രോഹിണി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് രോഹിണി കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് മകേര നക്ഷത്രമാണ്. മകേര നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന ദേവൻ ചന്ദ്രനാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും ചൊല്ലേണ്ട മന്ത്രം ഓം ചന്ദ്രമസേ നമഃ. അത് നിങ്ങൾക്ക് 108 പ്രാവശ്യം ഏതൊരു മന്ത്രമായി കഴിഞ്ഞാലും 108 പ്രാവശ്യം കഴിയുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. അല്ലെങ്കിൽ നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. ആ ഒരു മന്ത്രം നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം, നിങ്ങളെ നക്ഷത്ര ദേവത. ഓക്കെ, നക്ഷത്രപ്രകാരമുള്ള. അപ്പോൾ മകൈരം കഴിഞ്ഞു തിരുവാതിര നക്ഷത്രത്തിൻ്റെത് ശിവനാണ്. അപ്പോൾ നിങ്ങളെന്താ പ്രാർത്ഥിക്കേണ്ടത്? ഓം നമ ശിവായ അല്ലെങ്കിൽ ഓം രുദ്രായ നമഃ എന്നാണ് തിരുവാതിര നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട മന്ത്രം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് പുണർദം നക്ഷത്രം അതിഥി ദേവി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ അമ്മയാണെന്ന് പറയാം. അപ്പോൾ അതിഥി ദേവി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം അതിതയേ നമഃ എന്നുള്ള മന്ത്രം എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് പുണർദ നക്ഷത്രക്കാർ, അത് ഏഴാമത്തെ നക്ഷത്രം. പുണർദ നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത് ഓം അതിതയേ നമഃ. പൂയൻ നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട ദേവൻ ബൃഹസ്പതിയാണ്. അപ്പം ബൃഹസ്പതി ആയതുകൊണ്ട് നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഓം ബൃഹസ്പതയേ നമഃ, ഓം ബൃഹസ്പതയേ നമഃ എന്നാണ് പൂയൻ നക്ഷത്രക്കാർ
പ്രാർത്ഥിക്കേണ്ടത്. ആയില്യ നക്ഷത്രക്കാരെ പൊതുവെ പറയുന്നത് സർപ്പങ്ങളുടെ നാഗങ്ങളാണ് അവരുടെ അധിപൻ എന്ന് പറയുന്നത്, നാഗദേവത അല്ലെങ്കിൽ നാഗങ്ങൾ. അപ്പം നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ട മന്ത്രം? ആയില്യ നക്ഷത്രക്കാർ ഓം സർപ്പഭ്യോം നമഃ, ഓം സർപ്പഭ്യോം നമഃ എന്നുള്ള മന്ത്രമാണ് ആയില്യ നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട മന്ത്രം. ആയില്യം കഴിഞ്ഞ് നെക്സ്റ്റ് മകം നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന നക്ഷത്ര ദേവന്മാർ പിതൃക്കളാണ്. പിതൃക്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്താണ്? ഓം പിതൃഭ്യോം നമഃ, ഓം പിതൃഭ്യോം നമഃ. മകം കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് പൂരം നക്ഷത്രത്തിനെ സ്വാധീനിക്കുന്ന നക്ഷത്ര ദേവത ആര്യമാവ്. അപ്പം നിങ്ങൾ ആര്യമാവ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്താണ്? ഓം ആര്യംനേ നമഃ, ഓം ആര്യംനേ നമഃ. അപ്പം പൂരം കഴിഞ്ഞു. ഉത്രം നക്ഷത്രം നെക്സ്റ്റ് വരുന്നത് ഉത്രം നക്ഷത്രമാണ്. അപ്പോൾ ഉത്രം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം ഉത്തര നക്ഷത്രക്കാരൻ ഭഗനാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം ഭഗായ നമഃ. ഞാൻ നക്ഷത്രം മാറിപ്പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഏത് നക്ഷത്രമായിരുന്നു പറഞ്ഞതെന്ന് പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിട്ടുപോകും എന്നോട്. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞത് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ ഭഗൻ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം ഭഗായ നമഃ എന്നാണ് കേട്ടോ. ഓം ഭഗായ നമഃ. അപ്പോൾ ഉത്തരം കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് അത്തം നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന ദേവൻ സൂര്യനാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഓം സൂര്യായ നമഃ എന്ന് പറയുക, അല്ലെങ്കിൽ ഓം സവിത്രേ നമഃ, ഓം സവിത്രേ നമഃ. നെക്സ്റ്റ് ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രദേവൻ അല്ലെങ്കിൽ ദേവതാ ശക്തി എന്ന് പറയുന്നത് വിശ്വകർമാവ്. അപ്പോൾ വിശ്വകർമാവാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം വിശ്വകർമ്മനെ നമഃ എന്നാണ്. ഓക്കെ. അപ്പം നെക്സ്റ്റ് ചോതി നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന നക്ഷത്രദേവൻ വായുദേവനാണ്. അപ്പം നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്താണ്? ഓം വായവേ നമഃ, ഓം വായവേ നമഃ. ചിത്ര കഴിഞ്ഞു, ചോതി നക്ഷത്രം കഴിഞ്ഞു, ചിത്തിര ചോതി കഴിഞ്ഞു. നെക്സ്റ്റ് വിശാഖ നക്ഷത്രക്കാർക്ക് ഇന്ദ്രാഗ്നിയാണ്. ഓക്കെ, ഇന്ദ്രാഗ്നിയാണ് നക്ഷത്ര ദേവതയായി വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം ഇന്ദ്രാഗ്നിഭ്യോം നമഃ, ഓം ഇന്ദ്രാഗ്നിഭ്യോം നമഃ. വിശാഖം കഴിഞ്ഞു. നെക്സ്റ്റ് അനിഴം. അപ്പോൾ അനിഴം നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന നക്ഷത്ര ദേവതകൾ എന്ന് പറയുന്നത് മിത്രനാണ്. അപ്പം അനിഴം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം മിത്രായ നമഃ, ഓം മിത്രായ നമഃ. അനിഴം കഴിഞ്ഞു. തൃക്കേട്ട നക്ഷത്രക്കാരുടേത് ഇന്ദ്രൻ. അപ്പം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഓം ഇന്ദ്രായ നമഃ, ഓം ഇന്ദ്രായ നമഃ. ഏതാ പറഞ്ഞത്? തൃക്കേട്ട. ഇനി നെക്സ്റ്റ് മൂലം നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന ദേവൻ നിര്യതി. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം നിര്യതേ നമഃ, ഓം നിര്യതേ നമഃ. അപ്പം മൂലനക്ഷത്രം കഴിഞ്ഞ് നെക്സ്റ്റ് പൂരാട നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന ജലവും വരുണനാണ് കേട്ടോ. അപ്പം ജലം വരുണൻ രണ്ടും കൂടി ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം അദ്രഭ്യോം നമഃ, ഓം അദ്രഭ്യോം നമഃ. അപ്പോൾ പുരാടം കഴിഞ്ഞ് ഉത്രാടം നക്ഷത്രങ്ങൾ വിശ്വദേവതകളാണ്. അപ്പോൾ വിശ്വദേവതകളുടെ പ്രാർത്ഥനയാണ് ഉത്രാട നക്ഷത്രക്കാർ ചൊല്ലേണ്ടത്. അപ്പോൾ ഉത്രാട നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം വിശ്വദേവേഭ്യോ നമഃ, ഓം വിശ്വദേവേഭ്യോ നമഃ. അപ്പോൾ ഉത്രാടം കഴിഞ്ഞു. നെക്സ്റ്റ് തിരുവോണം. സാക്ഷാൽ മഹാവിഷ്ണുവാണ് സ്വാധീനിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാരെ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം വിഷ്ണവേ നമഃ, അല്ലെങ്കിൽ ഓം നമോ നാരായണായ. അതാണ് അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ മന്ത്രത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് വസുക്കൾ. ആർക്കാണ്? അവിട്ട നക്ഷത്രക്കാർക്ക്. അവിട്ട നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന നക്ഷത്ര ദേവതകൾ വസുക്കളാണ്. അപ്പോൾ അവിട്ട നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം വസുഭ്യോ നമഃ, ഓം വസുഭ്യോ നമഃ. നെക്സ്റ്റ് വരുന്നത് ചതയം നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന നക്ഷത്രദേവൻ അല്ലെങ്കിൽ ദേവത എന്ന് പറയുന്നത് വരുണനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം വരുണായ നമഃ, ഓം വരുണായ നമഃ. അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് പൂരുട്ടാതി നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന ദേവൻ എന്ന് പറയുന്നത് അജേഗപാദ് എന്ന് പറഞ്ഞ ദേവനാണ്. അജേഗപാദ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം അജേഗപദേ നമഃ, ഓം അജേഗപദേ നമഃ. നെക്സ്റ്റ് വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന നക്ഷത്ര ദേവത എന്ന് പറയുന്നത് അഹിർബുദ്നി എന്ന് പറഞ്ഞ ദേവതയാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം അഹിർബുദിന്യായ നമഃ, ഓം അഹിർബുദിന്യായ നമഃ. അപ്പോൾ ഉത്രട്ടാതി കഴിഞ്ഞു. ലാസ്റ്റ് നക്ഷത്രം രേവതി നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്ന ലീഡ് ചെയ്യുന്ന നക്ഷത്ര ദേവത പൂഷാവ്.
പൂഷാവ്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട മന്ത്രം ഓം പൂഷനേ നമഃ. അപ്പം ഞാൻ ഇപ്പോൾ 27 നക്ഷത്രങ്ങളും 27 നക്ഷത്രങ്ങളുടെ നക്ഷത്ര അധിപന്മാർ അല്ലെങ്കിൽ നക്ഷത്ര ദേവതകളുടെ പേരും അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ദിവസം ധ്യാനിക്കേണ്ട അതായത് ചാൻഡിങ് എന്ന് പറയില്ല. അപ്പോൾ നിങ്ങൾ പറയേണ്ട മന്ത്രങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇത് നിങ്ങൾ ഇപ്പം നമ്മളൊരു വീട് ഒരു ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗണപതി ഹോമം ചെയ്യും. അപ്പോൾ ഗണപതി ഹോമത്തിന് മുമ്പേ നമ്മളൊരു വാസ്തു പൂജ എന്ന് പറഞ്ഞിട്ട് പൂജ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ വാസ്തുപൂജ ചെയ്യുന്ന സമയത്ത് ഈ 27 നക്ഷത്രങ്ങളും നക്ഷത്ര ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഓരോ നക്ഷത്ര ദേവതകളുടെയും പേര് പറഞ്ഞ് ആ മന്ത്രോച്ചാരണം ചെയ്താണ് ഇവർ ഈ പൂജാരി വാസ്തുപൂജ ചെയ്യുന്നത്. അപ്പോൾ അത്രയേറെ പ്രധാനപ്പെട്ടതാണ് ഓരോ ജന്മനക്ഷത്രവും ജന്മനക്ഷത്രത്തിൻ്റെ ദേവതകളെയും അധിപന്മാരെ പറ്റി അറിയുന്നതും അതിൻ്റെ മന്ത്രങ്ങൾ നമ്മൾ മനഃപ്പാടമാക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്രം അറിഞ്ഞിരിക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പലരും എൻ്റെ ലൈവിലെല്ലാം ചേച്ചി പല പ്രശ്നങ്ങൾ, അപ്പോൾ എനിക്ക് സത്യത്തിൽ അതിനൊന്നൊരു പ്രതിവിധി കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അയ്യോ ഇവർക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? കാരണം ഞാൻ അങ്ങനെ ആസ്ട്രോളജി പഠിച്ചൊരു ആസ്ട്രോളജർ അല്ലാതെ ഞാൻ പല പ്രാവശ്യം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ഓൺലൈൻ ത്രൂവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഞാനൊരു ആസ്ട്രോളജറൊന്നുമല്ല, ഞാനത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾക്ക് ആർക്കും പഠിക്കാവുന്ന കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നല്ലൊരു ആസ്ട്രോളജറുടെ അടുത്ത് പോയി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജനന സമയം, അതിലെ ജനന സമയത്തിനെ ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും. നമ്മളെ ഗ്രഹനില, ദശാനില, അപഹാരങ്ങൾ, അതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാണ്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓൺലൈനിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ നമുക്ക് ഓൺലൈൻ ത്രൂവിൽ അറിഞ്ഞിരിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പക്ഷെ ആർക്കും അതിനൊന്നും ടൈമില്ല. അപ്പം എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ലൈവിൽ വരുന്ന എല്ലാവരും ചിലർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ലൈവിൽ വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിവരങ്ങളൊക്കെ അറിയാൻ അവരുടെ നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ നമസ്കാരം.